50 രൂപയ്ക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വീട് വെക്കാൻ പറ്റും. ഈ 50 രൂപ ഇല്ലേ? തീർച്ചയായിട്ടും 50 രൂപ കൊണ്ട് വീട് വെക്കാൻ പറ്റും. തെളിയിച്ച ഒരാളാണ് നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം ബാബു സുജിത്താണല്ലേ? അല്ലേ അമ്മേ? അമ്മയുടെ പേരെന്തോ അമ്മേ? അമ്മണിയമ്മ. അമ്മണിയമ്മയ്ക്ക് വേണ്ടി ഈ ചേട്ടൻ ചെയ്തു കൊടുത്ത ഒരു വീടാണ് കേട്ടോ. വെറും 50 രൂപയ്ക്ക് ഇല്ലേ? ഇതിന്റെ പിറകുള്ള കഥ എന്തൊക്കെയാ നമുക്ക് പറയലേ? വീട്ടിലോട് കയറി പോയാലോ? അകത്തെ കാഴ്ച കണ്ടാലോ? വാ അമ്മേ. എന്നാ അമ്മേ പാല് കാച്ചി വീടിന്റെ? ഈ മാസം 28-ാം തീയതി. അടിപൊളി മനോഹരമായ ഒരു വീടാ കേട്ടോ. തുറന്നാലോ? അടിയിൽ ഡോറൊക്കെയാണല്ലോ അമ്മേ. പ്ലാവല്ലേ ഇത്? പ്ലാവിന്റെ ഡോറല്ലേ? കഥവ് പ്ലാവില്. ഇത് നമ്മുടെ പിന്നെ പള്ളിയിലെ അച്ഛൻ ആയുർവേദിക് ഹോസ്പിറ്റല് അച്ഛന്റെ സ്നേഹ സമ്മാനമാണ്. ഞാൻ ഓരോരുത്തരും പറഞ്ഞപ്പോ ഇതല്ല അച്ഛനെ പോയി പറഞ്ഞു. അടിപൊളി ചിത്രം ഉണ്ട് വരച്ചല്ലേ? അടിപൊളി. അമ്മേ ഇതാരമ്മേത്? ഇതാരാ അറിയൂ? അറിയത്തില്ലല്ലേ? ഇത് ചേട്ടനാ വരച്ച ആർട്ടിസ്റ്റ് ആണ്. സുനിൽ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഒരു അമ്മണിയമ്മയ്ക്ക് ആദ്യം കാണാൻ ഇതല്ലേ ഇതിനകത്ത് ഒരു അടിപൊളി ചിത്രം കേട്ടോ. ഒരു പെൺകുട്ടിയുണ്ട്, ഒരു പക്ഷിയില്ലേ, താറാവാണോ ആരേനോ കൊള്ളാല്ലേ? ചെറിയൊരു ഹാളല്ലേ ഇത്? അമ്മേ എന്താ നമുക്ക് അടുക്കളോട്ട് കയറിയാലോ? ഇതിന് പെയിന്റ് ഒക്കെ പെയിന്റും പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പെയിന്റും അതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കടകളിൽ പോയി പറഞ്ഞ് അങ്ങനെ തരുന്നതായിരുന്നു. 2 റൂമുണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, അതുപോലെ തന്നെ അടുക്കള. നമുക്ക് അടുക്കളോട്ട് ആദ്യം കയറാം. പ്ലംബിങ്ങിന്റെ സാധനമൊക്കെ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും പുത്തൂരിൽ നിന്നും ഷോപ്പിൽ നിന്ന് തന്നെ. കൊട്ടാരക്ക ഷോപ്പിൽ പുത്തൂരിന് ലൈറ്റ് വന്നു. കൊട്ടാരക്ക സ്ട്രീറ്റിന് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പ്ലംബിങ് സാധനം. അതിലെ കരുനാഗപ്പള്ളി ഒരു ഷോപ്പിൽ സുഹൃത്തിന്റെ ഷോപ്പായിരുന്നു. എന്താ പറഞ്ഞ അവര് തന്ന്. കാരണം ഇതും നമ്മുടെ അച്ഛനെ ഫ്രണ്ട് ഡോർ ചെയ്തെന്ന് അച്ഛൻ ചെയ്തന്നെ. അച്ഛൻ ആയുർവേദ ഹോസ്പിറ്റൽ. അതല്ല ഇത് വാർക്കാൻ സഹായിച്ച സാറുണ്ടായിരുന്നു, സാർ. അതിന് നമ്മൾ കൂടെ അതിൽ തന്നെ ഷെയ്ഡ് വാർക്കാൻ സഹായിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കലാകാരന്മാര് ഒരുപാട് പേരെ കണ്ടെത്തി. പോയി അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ മുട്ടി തുറക്കപ്പെട്ട് അതൊരു വലിയ സംഭവമായിരുന്നു. ഒരുപാട് പേരെ കണ്ടെത്തുക. ഈ കുഞ്ഞമ്മയുടെ ചെറിയ സന്തോഷത്തോടെ ഈ ചേട്ടൻ ചെയ്ത ഒരു ഹാർഡ് വർക്കിൽ കഷ്ടപ്പാട് അതിന്റെ ഫലമാണ് ഇപ്പൊ. എന്നാ അമ്മ പാല് കാച്ചേ? ഈ മാസം 28-ാം തീയതി. അതിന് ചെറിയൊരു ഹോള് കണ്ടു, ഒരു കിച്ചൺ അടുക്കള കണ്ടു. ഇനി നമുക്ക് 2 ബെഡ്റൂം ആണ്. ആ ഒരു ബെഡ്റൂം നമ്മൾ കയറാൻ പോകും. കുഞ്ഞൊരു ബെഡ്റൂം അരിയമേ, ഒരു കട്ടിലിടുക. അമ്മയ്ക്ക് ഇത് മതി, ധാരാളം തന്നെയാണ് ഇല്ലേ? പിന്നെ ഇവിടെ നല്ല ടൈലൊക്കെ ഇട്ടേക്കും. ടൈലുണ്ട്, 2 ജനലുണ്ട്. നമ്മൾ ടൈല് ഞാൻ പറഞ്ഞില്ലേ, മാർബിൾസിന്റെ എല്ലാ ടൈലും ഇട്ട് തന്നത് ജയൻചാട്ടെന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഈ ഇതിന്റെ തുടക്കത്തിലെ കട്ട ഫസ്റ്റിലെ തന്നത് ഷാജഹാൻ സാറാണ്. ഷാജഹാൻ സാർ ലൈവിന്റെ പുള്ളി വീഡിയോ ഇട്ടായിരുന്നു. അതിൽ നിന്ന് സുഹൃത്തുക്കളെ താഴെ അനൂപേക്ഷം ബ്ലോഗ്, അങ്ങനെ കുറെ നന്മ മനസ്സിൽ. പിന്നെ ഇതിനെ തേക്കാനൊക്കെ ഒരുപാട് നന്മകൾ ചേർന്നുള്ള ഒരു വീടാണ്. തേക്കാൻ സഹായിച്ച ഷാജി എന്ന് പറഞ്ഞ സാറ്, എനിക്ക് പറഞ്ഞ വാർപ്പിനെ സഹായിച്ചൊരു സാർ. അങ്ങനെ ഒരു തിരുമേനി. ഈ ജനല് ഇതിന്റെ ഭയങ്കര ഒരു കഥ പറയുന്ന ജനല. ഒരിക്കലും നമുക്ക് ഈ ജനൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. എന്താണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജനൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പഴയ ജനല് സെറ്റ് ചെയ്യാനായിരുന്നു. ഈ ജനൽ നമ്മുടെ ഇല്ലായിരുന്നു. അന്നേരം ഇവിടെ ഒരു പഴയ ജനൽ എടുത്ത് വെക്കാൻ വേണ്ടി നമ്മുടെ പണിക്കാരെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ. പക്ഷെ ഞാൻ അന്നേരം പുറത്ത് വയ്ക്കുമായിരുന്നു. അന്നേരം എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടായി. ഈ കാരണം ഇതിന്റെ ഫ്രണ്ട് കാണുന്ന ഒരു ഭാഗം ഈ ജനൽ ഇവിടെ ഈ ജനൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ ആവും. അത് ഭയങ്കര മാനസിക സംഘർഷം. അമ്മയ്ക്ക് പറഞ്ഞെടുത്ത വാക്കിനകത്ത് ഈ വീടിന്റെ ഒരു ഭംഗി പോകല്ലോ. അങ്ങനെ ഈ ജനൽ ഇവിടെ കൊണ്ട് വെക്കാൻ പോയപ്പോ നമ്മുടെ പണിക്കാരൻ രമേശ്വരി പുള്ളിയുടെ കയ്യിൽ നിന്ന് ഈ ജനൽ കമന്ന് ഫ്രണ്ടിലോട്ട് അങ്ങ് വീണ്. അന്നേരം കാണാൻ ഇവിടെ ഒരു ബൈക്ക് വന്നായിരുന്നു. ഇതൊരിക്കലും സത്യസന്ധമായ കാര്യമാണ്. ഒരു ബൈക്ക് വന്നിട്ട് അതിനകത്ത് ഉള്ളൊരു തിരുമേനിയായിരുന്നു അമ്പലത്തിലെ. പുള്ളിക്കാരൻ ഇതിനകത്ത് ചോദിച്ചു, പിന്നെ ജനല് വീട്ടിൽ ഇരിപ്പുണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവിടെ വെക്കാൻ പോയ ജനൽ കമന്ന് വീഴുന്ന ആ തിരുമേനി വന്ന് വെച്ചിട്ട് 2 ദിവസമായിട്ട് തിരക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവന്ന സെറ്റായിരിക്കുമെന്ന്. അങ്ങനെ പുള്ളി ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് ആ നിമിഷം തന്നെ ആ മറ്റേ ജനല് വീണ ജനൽ അങ്ങോട്ട് മാറ്റി വെച്ച് അത് ഇവിടെ കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ കർമ്മ സ്നേഹ നിലയത്തിൽ നിന്ന് അച്ഛൻ സിമെന്റ് മേടിച്ചു തന്നെ. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ. ഞാൻ ഇത് പറഞ്ഞ പാസ്സാർ അച്ഛനൊക്കെ ഒരുപാട് പിന്നെ കഥ ഇട്ട് തന്ന്. അങ്ങനെ ഫാന്റെ എല്ലാം സ്പോൺസറാണ്. നല്ല ഡോറാണല്ലേ. ഈ ഡോറൊക്കെ തന്ന് സഹായിച്ചത്? ഇത് നമ്മുടെ ശിലാസന്തോഷേട്ടൻ. മനോഹരമായ ഡോറാണ്. മനോഹരമായ ഡോറുണ്ട്.
പിന്നെ അകത്ത് അത്യാവശ്യം ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഷവർ ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, എക്സെട്രാ ഒരു ബാത്റൂം ആവശ്യമുള്ള എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് അടുത്ത റൂമിലോട്ട് പോയാലോ? അതല്ലേ ജനലുകളെ നമ്മുടെ ഷൈജു 24 പുള്ളി എല്ലാം ഇട്ട് തന്നു. ഈ കാണുന്ന ഫ്രെയിം ഒക്കെ ഫ്രെയിമും ജനലും എല്ലാം പുള്ളി ഇട്ട് തന്നു. പിന്നെ ഇതിൽ ഏറ്റവും വൈകുന്ന കഥ ജനലും തുറന്നു നോക്കാൻ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. അടിപൊളി. നോക്കേ എന്നാ വൈബ് അവിടെ നോക്കി. ഓക്കെ, ചെറിയൊരു അരുവിയല്ല, വലിയൊരു അരുവി തന്നെയല്ലേ? നീരുറവ കൊള്ളാം കേട്ടോ, നല്ല വൈബ്. പക്ഷെ ഈ വീടിന്റെ പ്രത്യേകത പറയാം, ഇതാണ് ഒരു അരുവിയുടെ സൈഡിലാണ് ഈ വീട് നിൽക്കുന്നത്. അതും കൂടെ ഒരു വലിയ സംഭവം തന്നെയാണ്. ടോട്ടലേ ഈ വീട് നിർമ്മിക്കാൻ എന്ത് കോസ്റ്റ് വന്ന് കാണുമായിരിക്കും? കോസ്റ്റ്യൂം നമ്മൾ എന്തായാലും അത്യാവശ്യം ഒരു 10 രൂപ കൂടുതൽ എന്തായാലും. 10 രൂപ കൂടുതൽ. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ നമ്മൾ 50 രൂപ തുടങ്ങി കേട്ടോ, വെറും 50. നമ്മൾ ആരെങ്കിലും പൈസ മേടിച്ചിട്ടില്ല, ഓരോ സംഭവം ഓരോരുത്തരോട് ചെയ്യിപ്പിച്ചാണ്. അതാണ് ഓരോ. ഞാനൊരു കാര്യമുണ്ട്, നമ്മളെ വീട് മുമ്പൊക്കെ ഒന്ന് ബാബു ആന്റിയുടെ രൂപത്തിൽ നടക്കുന്ന ഒരുപാട് നെഗറ്റീവ് പറഞ്ഞായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് വേറെ നല്ലൊരു നന്മയുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. ഈ ഒരു കുഞ്ഞമ്മയുടെ ചെറിയൊരു ആഗ്രഹം നിസ്സാര സമയം കൊണ്ട് സാധിച്ചു കൊടുത്ത ഒരാളല്ലേ? വെറും 50 രൂപയായിട്ട് ഇറങ്ങിയതാണ്. ആ 50 രൂപയായിട്ട് ഒരുപാട് പേര് സഹായിച്ചു. ഇത്രയും വലിയൊരു വീട് അല്ലെങ്കിൽ ഒരു ചെറിയ വീട്, അത്യാവശ്യം അമ്മയ്ക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള വീടാക്കി മാറ്റി. ഇതിന് തേച്ച് ഷാജി സാർ പുതിയപ്പെടുക സ്നേഹ സാർ, നമ്മൾ ഓരോരുത്തരും പേര് ഒരുപാട് പറയാൻ തന്നെ ഒരുപാട് അതാണ്. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇതിനകത്ത് നമ്മുടെ കലാകാരന്മാരെ വലിയൊരു ഇത് സഹായം ഉണ്ടായിരുന്നു. ജയൻ ചേട്ടൻ, ഷേജി, സതീഷ് ചേട്ടൻ, അങ്ങനെയൊക്കെ പ്രശ്നമില്ല. അങ്ങനെ കുറെ നല്ല മനസ്സുള്ള സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. കട്ടയും കല്ലും മണ്ണും പെയിന്റും ജനൽപ്പാടി എന്തെല്ലാം അതെല്ലാം പല പല ആൾക്കാരെ സ്പോൺസർ ചെയ്താണ്. അത് നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് പിന്നെ തുടക്കം തന്നെ ഷാജഹാൻ സാറ് ആണ് ചെയ്തത്. ഫസ്റ്റ് കട്ടിറങ്ങി. പിന്നെ ശിരാസന്തോഷം. അതിലെ രഘു എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പോസിറ്റീവ് ചേട്ടൻ. രഘു അല്ലേ? ഞാൻ കഴിഞ്ഞിട്ടെ, ഈ കോട്ടിൽ തന്നെ എപ്പോഴും നടക്കുന്നത് ഈ രൂപം, ഈ കളർ ഗ്ലാസ്, ഈ മുടി. അതെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരിക്കലും നമ്മളിതൊരു അഹങ്കാരം കൊണ്ടൊന്നും അല്ല. നമ്മൾ ഗ്ലാസ് ഇട്ടേക്കുന്ന കോട്ടിട്ടേക്കുന്ന ചിലപ്പോ അഹങ്കാരാന്ന് വിചാരിക്കും. നമ്മള് ബാബു ആന്റണി സാറിനുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഒരു കാണുന്നത്. അദ്ദേഹം തന്നെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നമ്മൾ പുറലോകത്തൊക്കെ അറിഞ്ഞത് തന്നെ. വീടിന്റെ മുൻവശത്തോട്ട് പോയാലോ? മുമ്പിലോട്ട് പോയാലോ വീടിന്റെ? നല്ല രസമാട്ടോ ഈ മുൻവശം കേട്ടോ. ക്യാമറമാനെ റോഡിലോട്ട് ഇറങ്ങണോ? ഇറങ്ങട്ടെ. ഈ അമ്മ ഈ ഒരു അവസ്ഥയിൽ നിന്നപ്പോ സത്യം പറഞ്ഞ 65 വയസ്സുണ്ടായിരുന്നു. ഒരിക്കലും അമ്മയുടെ അവസ്ഥ കണ്ടപ്പോ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് വാക്ക് പറഞ്ഞാൽ ചിലപ്പോ അമ്മയ്ക്കൊരു ഇതാവും. അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞ അമ്മ ഒരു വീട് വെച്ച് ഞാൻ തരാമ, എന്തിനാ അമ്മ അത് വിഷമിക്കുന്ന വെച്ച്. അന്നേരം ബ്രോ പറഞ്ഞ ഈ 50 രൂപ മാത്രമായിരുന്നു അന്ന് കയ്യിലുള്ളത്. അങ്ങനെ ഈ വസ്തു വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ പേര് കറക്റ്റ് പട്ടയമാക്കി. ആദ്യം അതിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അവിടുന്ന് പിന്നെ ഓരോ സുഹൃത്തുക്കളെ കണ്ടെത്തി, ഓരോന്നും. ഇപ്പൊ തുടക്കം തൊട്ട് നമ്മൾ കയറുന്ന ആ ഇന്റർലോക്ക് അവിടെ നിന്നിട്ട് തുടങ്ങുവാണ്. സാമീസ് ഇന്റർലോക്കിന്ന് ആ ചേട്ടൻ തന്നെ. അതേപോലെ ഈ ഗാർഡൻ അമ്മയ്ക്ക് എപ്പോഴും സന്തോഷം നിറഞ്ഞതാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്തിന് തന്നെയാണ്. ഇത് ഗ്രീൻ വാല്യൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിനകത്തിട്ടേക്കുന്ന ടൈല് പിന്നെ നമ്മുടെ നൗഫലിക്കാന്ന് ഇനാ മാർബിൾസ്, ഇരാൻ മാർബിൾസ്, അങ്ങനെ ഒരുപാട് ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നാൽ ഇതിനെ ഇട്ട് തന്നത് തന്നെ നമ്മുടെ ജയൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. കുഞ്ഞമ്മയുടെ സ്നേഹതീരം ഇല്ലേ അമ്മേ? കുഞ്ഞമ്മയുടെ സ്നേഹതീരം ചെറിയ സ്വപ്നമാണ്, അത് യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ്. അമ്മേ, നമ്മുടെ സ്നേഹതീരം ഈ വീടിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെ പറയാനുണ്ട്? എനിക്ക് എന്റെ മോനെ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളെ വീടിന് വേണ്ടി. രായും പകലും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ടു. എന്തായാലും എന്റെ മോൻ എനിക്കൊരു വീട് ചെയ്തു തന്നു. മക്കളെ. ഞാനത് ഒരിക്കലും മറക്കത്തില്ല മക്കളെ. എപ്പോഴും ഞാൻ ഓർക്കും മക്കളെ. എല്ലാരെയും ഞാൻ വിചാരിക്കും മക്കളെ. നന്ദി പോലെ വിചാരിക്കും. സ്നേഹം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മക്കളെ എനിക്ക് ഇതോടെ ഒരു വീട് ശരിയായി കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല മോനെ. എനിക്ക് എൻ്റെ മോനെ ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളെ എല്ലാവരും. അമ്മ എങ്ങനെയാണ് ഈ ചേട്ടനെ കണ്ടുകിട്ടിയത് ആദ്യമായിട്ട് ഞാൻ അവിടെ പോയപ്പോ കണ്ടോ മക്കളെ? ആറ്റിപ്പോയപ്പോ. എന്തിനാ അമ്മ ആറ്റിപ്പോയത്? ആറ്റിന്റെ പറ്റമ്പോ പോയി ചാവാനായിട്ട് പോയതാ മക്കളെ. എനിക്ക് ഇനി ജീവിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്, അയ്യോ ഒരു മാർക്കോ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോഴാണ് മോനെ കണ്ടത്. മോനാണ് പരിപാടിയും കഴിഞ്ഞ് വന്നു. അമ്മയും ചോദിച്ചു എന്താ അമ്മയെന്ന് ചോദിച്ചൊന്ന്. ഞാൻ പറഞ്ഞിട്ടോണം ഒരു നിവൃത്തിയില്ല മക്കളെ, എനിക്ക് ചാവാൻ പോവുക എന്ന് പറഞ്ഞു. അമ്മ പിന്നെ ചാവാനൊന്നും പോകണ്ട അമ്മ, ഞാൻ രക്ഷപ്പെടുത്താം, എനിക്കൊരു വീട് വെച്ച് തരാൻ, 50 രൂപയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മോനെ എന്നെ കൊണ്ടുവന്നു മക്കളെ അവിടുന്ന്.
രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷമായി ഞങ്ങൾക്ക്. നമ്മളെ 28-ാം തീയതി നമ്മളെ വീടിന്റെ പാല് വെച്ചാണ് അല്ലേ ചേട്ടാ? സന്തോഷമല്ലേ? അയ്യോ ഒരുപാട് ഒരുപാട് സന്തോഷമല്ലേ? ഒരുപാട് വാക്കുകൾക്ക് അപ്പുറമാണ്. കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും, ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കണം. കാരണം ഈ ഒരു ഓട്ടത്തിനുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അബദ്ധം പറ്റിയതായിരിക്കും. സ്നേഹനിധികളായ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്നേഹം. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മളെ ചേട്ടൻ നല്ലൊരു സ്റ്റേജ് പ്രോഗ്രാമും അങ്ങനെ ഒരുപാട് വർക്ക് പ്രോഗ്രാം ചെയ്യുന്നില്ലേ? അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണ്. അന്നേരം ഓണമൊക്കെ വരാൻ പോവുകയാണ്. അന്നേരം വർക്കൊക്കെ വേണ്ടി വിളിക്കുക അല്ലേ? തീർച്ചയായിട്ടും പോയി ചെയ്യൂ. ഉറപ്പായിട്ടും പ്രോഗ്രാം ഉപജീവന മാർഗം അതാണ്. ഓണത്തിന്റെ പ്രോഗ്രാമിന് ഇപ്പൊ തുടങ്ങുവാണ്. അന്നേരം അവര് വിളിക്കുമായിരിക്കും. അതാണ് അവരുടെ സ്നേഹം ഉണ്ടല്ലോ. ഈ മാസം 28-ാം തീയതി, ഈ നാളെ ഞായറാണ്. അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് നമ്മുടെ അമ്മിണിയമ്മയുടെ 50 രൂപ വെച്ച് തുടങ്ങിയ വീടിന്റെ താക്കോൽദാനം, പാലുകാച്ച് അന്നേരം നമ്മുടെ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാർ മന്ത്രി അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. മുഖ്യ അതിഥിയായിട്ട് ശിലാസന്തോഷമായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഹരിചേട്ടനുണ്ട്. പിന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ അതുപോലെ തന്നെ നന്മ മനസ്സായ സുഹൃത്തുക്കൾ, കൂടെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. ഈ നാടടക്കം വരും. എല്ലാരും വരണം. കുഞ്ഞു വീട് പാലുകാച്ചാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നല്ലൊരു സമിതിയാണ് മുല്ല ക്രിയേഷൻസ്. നാടൻ പാട്ട്. നമ്മളൊക്കെ നാടൻ ആൾക്കാരായതുകൊണ്ട്, കോട്ടിട്ടൊന്നുള്ളത്, അതുകൊണ്ട് നാടൻ പാട്ട് ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതിനെ പറഞ്ഞപ്പം അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നാടൻ പാട്ട് കലാപരിപാടി മറക്കണ്ട്. 28-ാം തീയതിയിലെ കാര്യമാണ് പറഞ്ഞത്. ഈ മാസം 28-ാം തീയതി. അതിന് നമ്മൾ അമ്മണിയമ്മയുടെ വീടിന്റെ മുൻവശം കേട്ടോ. ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇന്റർലോക്ക് കാണാൻ പറ്റും. അതുകൂടെ അതിന് ചെടിച്ചട്ടികളൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. പിന്നെ അടിപൊളി ഒരു മനോഹരമായ ഒരു ചെറിയൊരു അരുവി അവിടെ കാണാൻ കഴിയും. ചേട്ടാ നമ്മൾ ഈ സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല. സ്ഥലപ്പേര് നമ്മുടെ പുത്തൂർ കല്ലേലിമുക്ക്, കൊട്ടാരക്കര പുത്തൂർ കല്ലേലിമുക്കില്ലേ? ഈ വീട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തത്തിൽ? ഒരു 700-750 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ? കൊള്ളാം. അടിപൊളി മനോഹരമായ കേട്ടോ. സ്നേഹ തീരം. ഈ പേര് സ്നേഹതീരം എന്ന് പറഞ്ഞ ഈ തീരത്തെ ഉദ്ദേശിച്ചു വന്നിട്ടത് സ്നേഹതീരം. ഈ 50 രൂപയായിട്ട് അമ്മിണിയമ്മയുടെ വീടിന് വേണ്ടി, അമ്മിണിയമ്മ രക്ഷപ്പെടുത്തി അമ്മിണിയമ്മയുടെ വീടിന് വേണ്ടി ഇറങ്ങിയപ്പം ഒരുപാട് സ്നേഹമുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടല്ലേ? എന്റെ വാക്ക് കേട്ടോണ്ട് എന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ സഹായിക്കണം പറയുമ്പോൾ കൂടെ നിന്ന്, അന്നേരം ഈ സ്നേഹത്തിന്റെ അരുവി പോകുന്നു. അന്നേരം ആ ഒരു പേര് ചൂസ് ചെയ്ത്, അന്നേരം ഈ പേര് തടി കൊത്തിയത് നമ്മുടെ ഞാൻ പറഞ്ഞ മാതിരി അച്ഛൻ ഫാദർ എന്ന് പറഞ്ഞില്ലേ, ഫാദറാണ് അത് കൊത്തി തന്നത്.